2026 അപ്പോൾ അണ്ണൻ അത്ര നല്ല ടൈമല്ല. വീണ്ടും ഒരു തോൽവി കൂടി. 3-1 വീണ്ടും ഒരു തോൽവി കൂടി അൽ ഹിലാലിനായിട്ട് പൊട്ടിയിട്ടുണ്ട്. വീണ്ടും അൽ നസറിന് സമയം നല്ലതല്ലെന്ന് പറയാം. അണ്ണന്റെ അടുത്ത ട്രോഫിക്ക് വേണ്ടി അല്ലെങ്കിൽ അണ്ണന്റെ ആദ്യത്തെ ട്രോഫിക്ക് വേണ്ടി വീണ്ടും കാത്തിരിക്കണമെന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നന്നായിട്ട് തന്നെ പോയിന്റ് ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഈ ഒരു സീസൺ തുടങ്ങിയപ്പോൾ തന്നെ അടിപൊളിയായിട്ട് കളിച്ചതാണ് 2025-ൽ. 2026-ൽ തുടങ്ങിയ എല്ലാ കളിയിലും സമനില, പിന്നെ തോൽവി മാത്രമേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. സോ ഭയങ്കര അത്രയും ഒരു മോശം സമയത്ത് കൂടിയാണ് ഇതെന്ന് ആർക്കും അറിയില്ല. സോ ഇപ്പോൾ നിലവിൽ 2ാം സ്ഥാനത്താണ്. 7 പോയിന്റിന്റെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതൊരു ചെറിയ ഗ്യാപ്പ് അല്ല. നിലവിലെ അൽ നസർ കൈവിട്ട് കൊണ്ടിരിക്കുകയാണ് അവരുടെ കിരീടം. നമുക്കറിയാം അണ്ണന് ഒരു ട്രോഫിലെസ് സീസണും കൂടി വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ആളെ സബ്ബായിട്ടൊക്കെ ഇറക്കിയായിരുന്നു, നമ്മൾ കണ്ടതാണ്. അപ്പൊ ടോട്ടലി ഒരു വേസ്റ്റ് ടൈമിൽ കൂടെയാണ് പുള്ളി ഇപ്പോൾ നിലവിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 2026 പുള്ളിക്കൊട്ടും നല്ലതല്ല എന്നുള്ളതാണ്. ആള് ഗോളുകൾ അടിക്കുന്നുണ്ട്, ടീമിൽ ഇപ്പോഴും ടോപ്പ് സ്കോറർ തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് ആൾക്ക് കിരീടം കിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞൊരു സീസണിൽ നമുക്കറിയാം 24-ലാണെങ്കിലും ആൾ തന്നെയായിരുന്നു ടോപ്പ് സ്കോറർ. പിന്നെ 24-25 സീസണിലും റൊണാൾഡോ ആയിരുന്നു ടോപ്പ് സ്കോറർ. ഇപ്പോൾ ഇതാ ഈ ഒരു സീസണും കൂടി. പക്ഷെ ആൾക്ക് എന്താ ഈ ട്രോഫി മാത്രം അടിക്കാൻ പറ്റണില്ല എന്നുള്ളതാണ്. അത് വളരെ എന്താ പറയാ, ഒരു ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അണ്ണൻ ശ്രമിക്കുന്നുണ്ട് ടീമിന് വേണ്ടിയിട്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. അത്രയും ഗംഭീര ഫോമിൽ തന്നെയാണ് പുള്ളി നിലവിൽ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിലവിൽ ടീമുകൾ ഈ ഒരു വർഷം തുടങ്ങിയിട്ട് അണ്ണൻ അത്ര നല്ലതല്ല. ടീം തോറ്റുകൊണ്ടിരിക്കുക എന്ന് പറയാം, നിരന്തരം തോക്കുന്നുണ്ട്. ആളുടെ ആ ഒരു സ്കോർ ലൈനും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ടായിരുന്നു കളിക്കും മുമ്പേ. സോ അത്രയും ടോപ്പായിട്ട് തന്നെ ആൾ ഇപ്പോഴും കളിക്കുന്നുണ്ട് ഈ ഒരു ഏജിലും. ആളുടെ ഒരു ഗോൾ ഉണ്ടായിരുന്നു. സോ അത് മാത്രമായിരുന്നു ഒരു ആശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ആശിച്ചു നമ്മളതൊക്കെ കണ്ടപ്പോൾ. പക്ഷെ ആ ഒരു ഗോളിന് ശേഷം മൊത്തത്തിൽ കളി കയ്യിൽ നിന്ന് പോയെന്ന് പറയാം. തിരിച്ചടിച്ചു എന്നുള്ളതാണ് അവര്. ഒരു 1-0 നിന്നിടത്തുനിന്ന് 3-1 ആക്കി എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വലിയൊരു മണ്ടത്തരം ഈ ചങ്ങായിടെ തന്നെയാണ്. ആള് തന്നെ കാഴ്ചവെച്ച ഒരു മണ്ടത്തരം എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം വരുന്നത് റൂബൻ നവാസിന്റെ മുഖത്തടിക്കാന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ട്രൂ. അതെന്തൊക്കെ വന്നാലും കാണുന്ന ആൾക്കാർക്ക് അറിയാം അതൊരു ഷുവർ റെഡ് കാർഡാണെന്ന്. ആളുടെ ഒരു മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് തന്നെയായിരുന്നു നിലവിൽ കാഴ്ചവെച്ചെന്നുള്ളതാണ്. അണ്ണന്റെ ഒരു സഹതാരമാണെന്ന് എല്ലാവർക്കും അറിയാം. സോ അത് അണ്ണന് തന്നെ ഒരു പണിയായി മാറി എന്നുള്ളതാണ്. അണ്ണൻ എപ്പോഴൊക്കെ തളർന്നു നിന്നിട്ടുണ്ടോ അപ്പൊ എല്ലാം ഈ പെൺകുട്ടിയും കൂടേണ്ടെന്നുള്ളതാണ്. എല്ലാ ഒരു സമയത്തും അണ്ണനെ കളിയാക്കാൻ വരുന്ന ഒരു ലേഡിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ടീം മൊത്തത്തിൽ തകർന്നിട്ടുണ്ട്. ജീസസ് ആണെങ്കിലും ആൾക്ക് എന്തോ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോലെയാണ് ടോട്ടലി ടീമിനെ. കാരണം ആളുടെ കൈവിട്ട് പോണ പോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. ആള് തന്നെയാണ് തുടക്കം 10 കളി അടുപ്പിച്ച് ജയിപ്പിച്ച് കൊണ്ടുവന്നതും. സോ ഡിഫൻസിലുള്ള കുറച്ച് പോരായ്മകളും നമ്മൾ കാണുന്നുണ്ട്. കാരണം ഇങ്ങനെ ആയിരുന്നില്ല ഈ ഒരു ടീം, എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ തിരിച്ചു വരാനുള്ള അവസരങ്ങളുണ്ട്, നന്നായിട്ട് കളിച്ചാൽ മതി ഇനി. പക്ഷെ ആ ഒരു ഗ്യാപ്പ് ഏറ്റവും വലിയ ഗ്യാപ്പാണ്, നമുക്കറിയാം. 7 പോയിന്റിന്റെ വ്യത്യാസം എന്ന് വെച്ചാൽ ചില്ലറയല്ല. അപ്പൊ അടുത്ത വിജയങ്ങൾക്കായി എന്തായാലും ഫാൻസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണേണ്. നമുക്കറിയാം അണ്ണൻ എല്ലായിടത്തും പോയി ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റലി പോയും അതുപോലെ തന്നെ സകല കിരീടം അടിച്ചിട്ടുണ്ടെന്ന് പറയാം. ഇറ്റലിയിലാണെങ്കിലും അതിന് പുറത്ത് പോയും അടിച്ചിട്ടുണ്ട് ഒരുപാട് ട്രോഫികൾ. നമുക്കറിയാം പ്രീമിയർ ലീഗിലും ആള് പ്രൂവൻ ചെയ്തിട്ടുണ്ട്, ചാമ്പ്യൻസ് ലീഗിലും പ്രൂവൻ ചെയ്തിട്ടുണ്ട്, ലീഗയിലും പ്രൂവൻ ചെയ്തിട്ടുണ്ട്. സോ എന്നിട്ടും അണ്ണന് ട്രോഫി അടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതും ഇങ്ങനത്തെ ഒരു സൗദി പ്രോ ലീഗിൽ പോയിട്ട് ആൾക്കത് ഒട്ടും അടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് നിരാശ തന്നെയാണ്.